ഇനി തെരഞ്ഞെടുപ്പ് ഉത്സവമേളം. നഗരസഭയിലെയും മതിലകം ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളുടെയും നറുക്കെടുപ്പ് 16-ന്. സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ഏവരും ഉറ്റുനോക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭ എടവിലങ്ങ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് വ്യാഴാഴ്ച നടക്കും. അതോടെ തെരഞ്ഞെടുപ്പ് ഗോതയ്ക്ക് തീപിടിക്കും. നഗരസഭയിൽ ഇത്തവണ 2 വാർഡുകൾ കൂടി 46 വാർഡുകളായി. നഗരസഭ രൂപീകരണം കൊണ്ടപ്പോൾ മുതൽ ഇടതുപക്ഷത്തിന്റെ കുത്തകയാണ് കൊടുങ്ങല്ലൂർ. LDFും UDFും മാത്രമുണ്ടായിരുന്ന നഗരസഭയിൽ VG ഉണ്ണികൃഷ്ണനിലൂടെ ഒരു താമര വിരിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറുന്നത്. പിന്നീട് പടിപടിയായി BJP വളർന്നു. ഇപ്പോൾ 44 അംഗ കൗൺസിലിൽ 21 അംഗങ്ങളുമായി BJP പ്രതിപക്ഷത്താണ്. 22 അംഗങ്ങളാണ് LDFിനുള്ളത്. ആദ്യകാലങ്ങളിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിനകട്ടെ ഒരു സീറ്റും. മേത്തല, പുല്ലൂറ്റ്, ലോകമല്ലേശ്വരം വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശം. ലോകമല്ലേശ്വരം, പുല്ലൂറ്റ് വില്ലേജുകളിൽ കഴിഞ്ഞ തവണ UDFന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസും മുസ്ലിം ലീഗും മുന്നണിയായിട്ടായിരുന്നില്ല മത്സരം. അതുകൊണ്ട് തന്നെ പുല്ലൂറ്റ് വില്ലേജിൽ UDFന് ലഭിക്കേണ്ട ചില സീറ്റുകൾ BJPയും LDFും വിജയിച്ചു. ഇത്തവണ മുന്നണിയായിട്ടാണ് ഇരു പാർട്ടികളും മത്സരിക്കുകയെന്നാണ് വിവരം. അത് ആർക്ക് ദോഷം വരുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകും. വാർഡ് വിഭജനം ആരെ തുണയ്ക്കുമെന്നതും കണ്ടറിയണം. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ BJPയും നില മെച്ചപ്പെടുത്താൻ UDFും മത്സരിക്കുമ്പോൾ നഗരസഭാ തെരഞ്ഞെടുപ്പ് മത്സരം കടുത്തതായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.